ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആവിയാമിൻ അർത്ഥനകൾ. ഒരു യുവാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ മുതൽ. അവന് കാഴ്ചയില്ല, ജന്മനാന്തൻ. അവൻ പ്രകാശം കണ്ടിട്ടില്ല, അവൻ്റെ അപ്പൻ്റെ മുഖം കണ്ടിട്ടില്ല, അമ്മയുടെ മുഖം കണ്ടിട്ടില്ല. അവൻ സ്വരം മാത്രം കേട്ടിട്ടുള്ളൊരുത്തനാണ്. ഭൂമി എങ്ങനെയാണ്, സൂര്യൻ എങ്ങനെയാണ്, ചന്ദ്രൻ എങ്ങനെയാണ്, പുഴ എങ്ങനെയാണ്, പൂവെങ്ങനെയാണ് അവനറിയത്തില്ല. നീ എത്ര ഭാഗ്യവാൻ! പൂവെന്തെന്നും പുഴയെന്തെന്നും ആകാശമെന്തെന്നും മഴവില്ലെന്നാന്നും ഒക്കെ അറിയാം നിനക്ക്. ജന്മനാന്തനായി പയ്യൻ. അവൻ വഴിയിലിരിക്കുക. ഭിക്ഷയായിരിക്കാൻ കാര്യം പറഞ്ഞിട്ടില്ല. അവൻ ഭിക്ഷയെടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഭിക്ഷയല്ലേ വഴി കൊണ്ടൊന്നും പിന്നെ ചുമ്മാ കാഴ്ച കാണാനൊന്നും ഇരുത്തേക്കുമല്ലോ. ജീവിതം പിച്ചെടുക്കാൻ വിധിച്ചൊരുത്തൻ. കണ്ണിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരെ കണ്ണ്. ജീവിതത്തിൻ്റെ സൗന്ദര്യമൊക്കെ കാണുന്ന കണ്ണുകൊണ്ടല്ലേ മക്കളെ. പുറത്തെ കണ്ണുണ്ട്, അകക്കണ്ണുമുണ്ട്. യോഹന്നാൻ കണ്ടതുപോലെ സ്വർഗത്തെയൊക്കെ ഇങ്ങനെ കാണാൻ അകക്കണ്ണ് വേണം. നമ്മുടെ ഈ ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് അല്ലേ, മഴയിലും വെയിലിലുമൊക്കെ ദൈവത്തിൻ്റെ പ്രകാശം കാണാൻ പുറം കണ്ണും വേണം, അകക്കണ്ണും വേണം, പുറം കണ്ണും വേണം. ഇതാ കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ്. അവനെ ഫരിസേര് പിടികൂടി. അവൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. യേശു എന്ന് പറഞ്ഞ ഒരാൾ, നിങ്ങൾ ബാക്കി ടോക്കുകൾ ഇടപെടുന്ന നാളെ മുതൽ എനിക്ക് യൂട്യൂബിൽ കിടക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? യേശുവിനെ പറ്റി നിങ്ങൾ എന്നാ പറയുന്നേ? യേശുവിനെ പറ്റി എന്നാ പറയണോ? ചിന്തിച്ചിട്ടുണ്ടോ? പത്രോസിനോട് കർത്താവ് നേരെ ചോദിച്ച ചോദ്യം, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്, നീ പറയുന്നത്? ഇവള് ക്രിസ്തു ആരാ? പിതാവായ ദൈവം ആരാ? പരിശുദ്ധാത്മാവായ ദൈവം ആരാ? നമുക്കെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കെല്ലാം കൂടി ഒരു എന്നാന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല. ചെറിയ നാൾ മുതൽ കേൾക്കുന്നുണ്ട്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു ദൈവം എന്ന് പറയുന്നത് 3 പേരുടെ പേര് പറയുന്നത് എന്നാ ഇടപാടായത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അവനെ പറ്റി എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, അവൻ്റെ പ്രവാചകനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. Prophet is one who is sent by God, one who speaks the word of God. ദൈവത്താൽ അയക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ വചനം പറയുന്നവനുമാണ് പ്രവാചകൻ. ഹല്ലേലൂയ. അവനെ വിട്ട സ്ഥലത്തിൻ്റെ പേര് ഷീലോഹ. അയക്കപ്പെട്ടവൻ എന്നർത്ഥം. നോക്കിയേ, അവൻ ഒരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. കണ്ണി കുത്തിയാലും വിശ്വസിക്കത്തില്ല. ദൈവത്തിനൊരു വില കൊടുത്തു തുടങ്ങിക്കുക മക്കളെ. ദൈവത്തിനൊരു വില കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ആ സഹോദരിയുടെ കഥ വായിക്കാതെ ക്യാൻസർ. ദൈവത്തിനൊരു വില കൊടുത്താൽ ഈ നിമിഷം നിൻ്റെ ശരീരത്തുള്ള ക്യാൻസർ മാറും. നമ്മളവനെ തൊടിയിക്കത്തില്ല മക്കളെ, അവനെ നമ്മൾ അടുപ്പിക്കത്തില്ല, ആറ്റി നിർത്തിയിരിക്കുക. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. നിന്റെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. യഹൂദ വിശ്വസിച്ചില്ല. അവൻ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണ്? വലിയ ചോദ്യം ചെയ്യല. ചോദ്യങ്ങൾ ചോദിക്കുന്നത്രയും കാലം നീ ദൈവത്തിൽ നകലെയാണ്. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചു തുടങ്ങണം. വിശ്വസിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയാറുണ്ട്, വാദിക്കാനും തർക്കിക്കാനും ഒന്നും പോകേണ്ട കാര്യമില്ല ദൈവത്തെ പറ്റി. ഒരുത്തൻ നിന്നെ അല്ലാതെ അവൻ വിശ്വസിക്കാൻ വേണ്ടിയൊന്നുമല്ല നിൻ്റെ അടുത്ത്. ചില മനുഷ്യരില്ല വീട് കയറി തർക്കിക്കാൻ വരുന്നത്, സഭയെപ്പറ്റി തർക്കിക്കാൻ വരുന്നു,
അല്ലെ കുർബാനയെ പറ്റി തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെൻ്റെ പേഴ്സണൽ കാര്യം, എൻ്റെ പൊന്നിയാട്ട. വേറെ വല്ല വിഷയമുണ്ടെങ്കിൽ സംസാരിക്കാൻ ചേട്ടാ, വിട്ടാക്കണം. എൻ്റെ ഉള്ളിൽ കുർബാനയെപ്പറ്റി ഒരു ബോധ്യം കിട്ടിയാൽ ആരെന്ത് ചെയ്താലും നിനക്കത് പോവില്ല. നിൻ്റെ ഉള്ളിൽ ഒരു തീക്കനൽ അനുഭവം ഉണ്ടെങ്കിൽ, നിൻ്റെ നാവിൽ ഒരു തേനനുഭവം ഉണ്ടെങ്കിൽ, ഇതില്ലെങ്കിൽ നമ്മൾ പാളിപ്പോകും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവിനപ്പുറത്ത് ഒരു അനുഭവം വേണം മക്കളെ. അനുഭവം തരുന്ന അറിവ് ആര് പറഞ്ഞാലും മാറ്റാൻ പറ്റാത്ത അറിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവാണോ അനുഭവമാണോ വേണ്ടത്? അനുഭവം മക്കളെ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ മകനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവന് കണ്ടോ? എങ്ങനെയും കർത്താവില്ല. ചില മനുഷ്യരുടെ അധ്വാനമാണ് ദൈവമില്ലെന്ന് പ്രസ്താവിക്കുക. 1 കൊല്ലം 2 കൊല്ലം 2 കോവിഡിൻ്റെ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഒരു ശാസ്ത്രജ്ഞൻ പയ്യൻ, ഇവൻ്റെ അമ്മ ഇവനെ വട്ടം പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ട് നിട്ടിരിക്കുക. അവൻ പറഞ്ഞു ഞാൻ അച്ഛനെ തോപ്പിക്കുമെന്ന് പറഞ്ഞു. അവൻ എന്നെ തോപ്പിക്കാൻ വന്നിരിക്കുക. ആദ്യം എന്നിലെ അഹങ്കാരം മൂലം അവനെ തോപ്പിക്കാൻ ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് തോന്നിയടാ ഇതല്ലോ വഴി. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞു, അവനോട് വാദിച്ചിട്ട് കാര്യം. ഞാൻ പറഞ്ഞു മോനെ, ഞാൻ എന്നാ പറഞ്ഞാലും നീ സമ്മതിക്കത്തില്ല, പക്ഷെ ഞാൻ എന്നോടൊരു കാര്യം പറട്ടെ. വിമലഗിരി പള്ളിയുടെ സൈഡിലുള്ള ബെഞ്ചിലിരുന്നുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു ദിവസം ഈ പള്ളിയിൽ എന്നെ തേടി വരും. നീ പൊക്കോ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്ക് നിന്നോട് സ്നേഹമാണ് കേട്ടോ. എനിക്ക് നിന്നോടൊരു പിണക്കവും ഇല്ല. അവൻ ജയിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എനിക്ക് തോന്നുന്നൊരു 3 മാസം മുമ്പ് അല്ലെങ്കിൽ 4 മാസം മുമ്പ് ഇവൻ വന്നു. ലൈൻ നിന്ന് അവൻ വന്നു. അന്ന് അമ്മ സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നെങ്കിൽ അന്ന് അവൻ ക്യൂവിൽ നിന്നു. ആളുകൾ നിൽക്കുന്ന ക്യൂവിൻ്റെ പുറയിൽ നിന്ന് ഇവൻ വന്നു. എനിക്ക് അമ്മയെ നല്ല പരിചയമാണ്. കാരണം എന്നും വന്ന് എൻ്റെ മുമ്പിൽ വന്ന് മകനെ പറ്റി കരയുന്ന ഒരമ്മ. അവൻ വന്നു. വല്ലാത്തൊരു കെണിയിൽപ്പെട്ടു അവൻ. നാളെ അവൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട അവൻ ഒരിക്കലും വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനത്തെ ഒരു കേസ് ചേർക്കം പെട്ടിരിക്കുക. വന്നിരിക്കുക എൻ്റെ മുമ്പിൽ. നിങ്ങൾക്കറിയാമോ അതിൻ്റെ വാദിയുടെ അപ്പൻ എൻ്റെ അടുത്ത് വരുന്നത്. 2 പേരും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. വന്നിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അന്ന് ഭീകരനായവൻ ഇന്ന് നിന്ന് വിറച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും, നൊവേന പുസ്തകത്തെ കയ്യിലോട്ട് കൊടുത്തിട്ട് 13 നൊവേന ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. 13 നൊവേന ചൊല്ലിക്കോ. നാളെ നിന്നെ ആരും ഒന്നും അറസ്റ്റ് ചെയ്തൊന്നുമില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. വെള്ളിയാഴ്ച മറ്റാന്ന് തോന്നുന്നു വന്നത്. പിന്നെ അടുത്തത് വെള്ളിയാഴ്ച അവൻ വരിക. കരഞ്ഞു കൂവി അവൻ തിരിച്ചെത്തി. അവനെ ആരും അറസ്റ്റ് ചെയ്തൊന്നുമില്ല. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് പോലും കയറേണ്ടി വന്നില്ല. പോലീസ് സ്റ്റേഷന് വെളിയിൽ വെച്ച് അവർ സംസാരിച്ച് പ്രശ്നം തീർത്ത് ഇവനെ വിട്ടിരിക്കുക. ഇന്ന് കൈയടിക്കുന്നതിനും ചിലവൊന്നുമില്ലല്ലോ. അവളെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് മകളെ. നമുക്ക് വാദിച്ചൊന്നുമല്ല, ദൈവം ഉണ്ടെന്ന് വാദിച്ചൊന്നുമല്ലേ. നീ ജീവിച്ച് കാണിക്കുക, നീ വിശ്വസിച്ച് കാണിക്കുക, നീ പ്രവചിച്ച് കാണിക്കുക ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ മക്കളോട് പറയണം ദൈവത്തെ പറ്റി. അവനോട് വാദിക്കാനൊന്നുമില്ല, സ്നേഹിച്ച് പറഞ്ഞാൽ ദൈവം സ്നേഹമാണ്. തമ്പുരാൻ്റെ സ്നേഹത്തിൽ എനിക്കറിയാം. പിന്നീടും അവൻ വന്നു. പിന്നെ കുറച്ച് നാളായി, ഇപ്പം ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി. പിന്നീടും വന്നു അവൻ. അങ്ങനൊന്നും നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചോരയിൽ അലിയുന്നതാണ്. നിങ്ങൾ ഓക്സിജൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ചോരയിൽ അലിഞ്ഞിട്ടുള്ളൊരു സാധനത്തിൻ്റെ പേര് ഓക്സിജൻ. നമ്മുടെ ചോരയിൽ അലിഞ്ഞിട്ട് നമ്മുടെ ഓക്സിജൻ ലെവൽ താഴുമ്പോൾ നമ്മൾ തലകുത്തി താഴെ വീഴും. നിങ്ങൾ ആരെങ്കിലും ഓക്സിജൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണുകയും വേണ്ട. എനിക്കറിയാം എൻ്റെ ബ്ലഡിൽ ഓക്സിജൻ ഉണ്ടെന്ന്. അത് ഞാൻ തക്കിച്ചിട്ടും വാദിച്ചിട്ടും ഒന്നും കാര്യമില്ല. ചോര എൻ്റെ വിരൽ മുറിച്ച് ചോര ഒഴുക്കിയിട്ട് അതിനകത്തിരുന്ന് ഓക്സിജൻ നോക്കാൻ മാത്രം പോഴനല്ല ഞാൻ. അതുപോലെ എൻ്റെ കൈ മുറിച്ചിട്ട് അതിനകത്തുള്ള ചോരയ്ക്കകത്ത് ഈശോയുടെ ചോരയൊന്നും തപ്പിപ്പോണ്ട കാര്യം എനിക്കില്ല. എനിക്കറിയാം. ഇന്ന് ഞാൻ കുർബാന സ്വീകരിച്ചത് സത്യമാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ, എൻ്റെ അവയവങ്ങളിൽ, എൻ്റെ ചോരയിൽ ഈശോയുടെ ചോരയുണ്ടെന്ന് എനിക്കറിയാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കുക മാതാപിതാക്കന്മാർ, അത് ഞങ്ങൾക്കൊന്നും അറിയില്ല. അവൻ ഞങ്ങളുടെ മകനാണെന്നറിയാം.
അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് അവനോട് തന്നെ ചോദിക്കുക. നോക്കിയേ, ടിപ്പിക്കൽ പേരൻസ് അല്ലേ. അവൻ എന്നാ അതൊന്നും എനിക്കറിയത്തില്ല. അറിയണം മക്കളെ, നിൻ്റെ കുഞ്ഞിനെ തൊട്ടത് ആരാന്ന് നീ അറിയണം. ഇല്ലെങ്കിൽ നീ പേര് വെട്ടിയേര്. അപ്പൻ എന്ന പേര് വെട്ടിയേര്, അമ്മ എന്ന പേര് വെട്ടിയേര്. നിന്റെ കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് നിനക്ക് അറിയത്തില്ലെങ്കിൽ അപ്പൻ എന്ന പേര് നീ വെട്ടിയേര്, അമ്മ എന്ന പേര് നീ വെട്ടിയേര്. എല്ലാവരും പേര് വെട്ടാൻ തുടങ്ങാമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല മോനിപ്പോൾ എവിടെയാണെന്നറിയാവോ? അറിയത്തില്ല. മോളെവിടെയാണെന്നറിയാവോ? അറിയത്തില്ല. ദൈവമക്കളെ, വല്ലാത്ത ദൂരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുമക്കൾ നടക്കുന്ന പുതിയ വഴികളും നമ്മളും തമ്മിലൊക്കെ വല്ലാത്ത ദൂരം ഉണ്ടായിക്കൊണ്ട്. വിളിക്കണം, ഞാൻ പ്രസവിച്ചതാ നിന്നെ ഞാൻ പ്രസവിച്ചതാ. 9 മാസം നിന്നെ ചുമന്നതാ ഞാൻ. പറയണം. എനിക്ക് തോന്നുന്നു ഒരു അപ്പനേക്കാളും കൂടുതൽ ആധികാരികത അമ്മയ്ക്ക് കിട്ടും. ഒരപ്പനേക്കാൾ ഞാൻ കണ്ടിട്ടുണ്ടോ മക്കളെ? പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്ന അപ്പന്മാർ വളരെ കുറച്ചേ മക്കളെ കൊണ്ടുവരത്തുള്ളൂ. ഇങ്ങനെ മല പോലെ മറന്ന മക്കളുമായിട്ടൊക്കെ വരുന്ന ചില അമ്മമാരെ കണ്ടിട്ടുണ്ടാകും. പാവം പിടിച്ച അമ്മ ജീവിതകാലം മുഴുവൻ നോയമ്പ് ഉപവാസം എടുത്തിട്ട് ഇവൻ ഏതൊക്കെയോ വഴി കൂടെ ഒക്കെ നടന്നിട്ട് അവസാനം ആനയും കൊണ്ട് പാപ്പാൻ വരുന്നത് പോലെ വന്ന് നിൽക്കുന്ന. പക്ഷേ ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, ക്ഷമിച്ചേര്. കാരണം ഒറ്റയാനയെ പോലെ അവൻ്റെ നിപ്പ്. ഇന്ന് കൊണ്ടുവന്ന മക്കളെ, ഇന്ന് കൊണ്ടുവന്ന ഉച്ചയ്ക്ക് ഇവിടെ ഒരു തരാൻ. ഞാൻ നല്ല തിരക്ക്, നല്ല ക്ഷീണമായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ മോനെ നാളെ ഞായറാഴ്ച കാണാം. അകത്തുനിന്ന് കപ്പ്യാർ പറഞ്ഞാൽ അവൻ പോയാൽ പിന്നെ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയോ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന മതം പൊട്ടിയ ആനയെ അവൻ ചേട്ടൻ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മതം പൊട്ടി ആനയെ കൊണ്ട് നകത്തിരുത്തി. ഹുസൈൻ അവൻ്റെ കൂടെ ഇരിക്കേണ്ടി വന്നു എന്നല്ല. ദൈവമക്കളെ, ഏതും മതം പൊട്ടിയവന് ഒതുങ്ങും മക്കളെ. ഈ അമ്മ പിടിച്ചോണ്ട് വന്നിരിക്കുകയും മതം പൊട്ടിയ സാധനത്തിന്. അപ്പനും അമ്മ അറിഞ്ഞിരിക്കണം. എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ, കുമ്പസാരിക്കുന്നുണ്ടോ, എവിടെയാ പോകുന്ന, ആരോടാ പറയുന്നത്, എന്താ പറയുക, അറിഞ്ഞിരിക്കണം മക്കളെ. ഇറ്റ്സ് യുവർ അതോറിറ്റി, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നിനക്ക് അധികാരമുണ്ട്, നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇല്ലെങ്കിൽ നാളെ നീ കരയേണ്ടി വരും. എത്ര വളർന്നാലും മക്കളല്ലേ. അമ്മ എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴും അമ്മ എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്. എത്ര വളർന്നാലും അത്രയൊക്കെ ഉള്ളൂ മക്കളെ. എത്ര വളർന്നാലും അമ്മ പേര് വിളിച്ചാലും കുഴപ്പമൊന്നും. അമ്മയ്ക്ക് വിളിക്കാം. അല്ല, പേര് വിളിക്കാറില്ല, മോനെ എന്ന് വിളിക്കും. മോനെ. അവിടെ ഇരിക്കും ഞാൻ. ആരെ വിറപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞാലും ശരി, അമ്മയുടെ മുമ്പിൽ നമുക്ക് അത്രയും പൊക്കമുള്ളെന്ന്. അമ്മയെക്കാളും പൊക്കക്കുറവാണ് നമുക്ക്. ഇത് അമ്മമാർക്ക് അറിയത്തില്ല പലപ്പോഴും. എൻ്റെ അമ്മയ്ക്കറിയാം അമ്മയെക്കാളും പൊക്കക്കുറവാണ് എനിക്കെന്ന്. അമ്മയ്ക്ക് ഇത്രയും പൊക്കമുള്ളൂ, തോളിൻ്റെ പൊക്കമുള്ളൂ. പക്ഷെ അമ്മയെക്കാളും പൊക്കക്കുറവ്. അവിടെ ചെന്നിരിക്കുമ്പം, അമ്മയുടെ മുമ്പിലിരിക്കുമ്പം അമ്മയെക്കാളും പൊക്കക്കുറവാണ്. അപ്പനേക്കാളും പൊക്കക്കുറവാന്നേ. അപ്പനേക്കാളും ബലക്കുറവാണ് മക്കൾക്ക്. അത് ഓർത്തോണം അപ്പന്മാർ. അപ്പനേക്കാളും ബലക്കുറവാണ് മക്കൾക്കുള്ളത്. ഹല്ലേലൂയ. കുടുംബങ്ങൾ നഷ്ടപ്പെടില്ല മക്കളെ. പൊക്കമുള്ള അമ്മയും ആരോഗ്യമുള്ള അപ്പനും കുടുംബം നഷ്ടപ്പെടില്ല. കുടുംബം നഷ്ടപ്പെടാം. നിനക്കതിനുള്ള ഊരുണ്ടടപ്പാ, നിനക്കതിനുള്ള ഊരുണ്ട്. അമ്മയ്ക്ക് അതിനുള്ള ഉയരമുണ്ട്. എല്ലാം കാണാൻ പറയാറില്ലേ, മക്കൾ അനങ്ങിയാൽ അമ്മ അറിയുന്ന. മക്കൾ സങ്കടപ്പെട്ട അമ്മ, കാരണം അമ്മയ്ക്ക് പൊക്കമുണ്ട്. മോളിൽ നിന്ന് അമ്മ നോക്കുന്നത്, ബാക്കി എല്ലാവരും താഴെ നിന്ന് നോക്കും. അമ്മ മോളിൽ നിന്നാണ് നോക്കുന്നത്. അമ്മയ്ക്ക് കണ്ണിൽ നോക്കിയ കാര്യം കിട്ടും. അമ്മയ്ക്ക് മുഖഭാവം മാറിയാൽ അമ്മയ്ക്ക് കാര്യം പിടികിട്ടും. കാരണം അമ്മയ്ക്ക് പൊക്കം കൂടുതലാണ്. പരിശുദ്ധ മറിയത്തിന് നല്ല പൊക്കമുണ്ടെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞു വെച്ചോ. ഒന്നേ പിടിച്ച് നടക്കുന്ന ചുമ്മാവൊന്നുമല്ല, നല്ല പൊക്കമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വെവിലേരി മാതാവ് നല്ല ഉയരത്തിലായിരിക്കുന്നത്. അമ്മയ്ക്ക് പൊക്കം കൂടുതലാണ് മക്കളെ. നിങ്ങളുടെ പൊക്കം കുറഞ്ഞ അമ്മയ്ക്ക് നല്ല പൊക്കം ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ പൊക്കം കുറഞ്ഞ അമ്മയ്ക്ക് നല്ല പൊക്കം ഉണ്ടെന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എങ്ങനെ കാണുന്നുവെന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ.
തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ ഒരു പാകതയുണ്ടെന്നേ. ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ ഒരു പെൺകുട്ടി ഡോക്ടറാണ്, അവൾ UK ഡോക്ടറാണ്. അവൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. കൂട്ടുകാരികളൊക്കെ സഹായിക്കാനുള്ളവരൊക്കെ സഹായിക്കാതിരുന്നു അവൾ പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു എത്രയോ നേരം, 3 നേരം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിന്നോടാര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ 3 നേരം? അവൾ പറഞ്ഞു, എൻ്റെ മനസ്സ് പറഞ്ഞു. ആത്മീയത സഭാസനച്ചൻ പറഞ്ഞു തരുന്നൊന്നുമല്ല മക്കളെ. ആത്മീയത ഇവിടെ ഈ കൂണാരത്തിലിരിക്കുമ്പോൾ നിൻ്റെ ചങ്കിൽ തെളിഞ്ഞു വരുന്നത്. ഒരു പ്രഭാഷകൻ്റെയും ഒരു പ്രസംഗകൻ്റെയും റിസൾട്ട് അല്ല നിൻ്റെ ആത്മീയത. ആണെങ്കിൽ നീ പൊട്ടയാ. നിൻ്റെ ചങ്കിലൊരു തീയായിട്ട്, നിൻ്റെ ചങ്കിൽ ഒരു നോവായിട്ട്, നിൻ്റെ ശരീരത്തിൽ ഒരു വിറയലായിട്ട് മാറുന്നതായിരിക്കണം നിൻ്റെ ആത്മീയത. ഹല്ലേലൂയ. മോശക്കാരൻ ആത്മീയത കൊണ്ട് കൊടുത്തത്. മലമുകളിലെത്താൻ, ഹോറബിൻ്റെ മലയിലെത്താനൊക്കെ മോശക്കാരാണ് ട്രെയിനിങ് കൊടുത്തത്. ഉള്ളിലെ മക്കളെ ചലനം, ഉള്ളിലാ ചലനം, ആത്മീയതയുടെ ഒക്കെ ചലനം ഉള്ളിലാരംഭിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. I said it is Jesus. നട്ടല് വേണം ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം. ചെറുക്കൻ നിന്ന് ചൂടാകുക, പള്ളിയിൽ നിന്ന് വെളിയിലാക്കും. ചെറുക്കൻ നിന്ന് ചൂടാകുക. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളപ്പോൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യോഹന്നാൻ 9:27 വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അവൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കും. ചെക്കൻ നല്ലൊരു പിടിയും കൊടുത്തു. നിങ്ങൾക്ക് ശിഷ്യനാകാൻ വേണ്ടിയിട്ടാണോ? ഫരിസേയന്മാർ നാണം കെട്ട് നിൽക്കുക. കർത്താവിനെ നാണം കെടുപ്പിക്കാൻ നോക്കുന്നവൻ, കർത്താവിനെ നാണം കെടുത്താൻ നോക്കുന്നവൻ, അവൻ നാണം കെട്ടുപോകും മക്കളെ. കർത്താവിനെ നിരന്തരം സ്തുതിക്കുന്നവൻ അവൻ സ്തുതിക്കപ്പെടും. കർത്താവിനെ ചെറുതാക്കാൻ നോക്കുന്നവൻ വല്ലാണ്ട് ചെറുതാകും. കർത്താവിനെ വലുതാക്കാൻ നോക്കുന്നവൻ ഒരുപാട് വലുതായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വലുതുകരെ ഉയർത്തി ഹല്ലേലൂയ. ചോദ്യങ്ങളൊന്നുമില്ല മക്കളെ. ആമേൻ. അറിയില്ലല്ലോ നമുക്ക്, അറിയത്തില്ല കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയുക, ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് നമുക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. വലിയ പാണ്ഡിത്യം പറയുക. തോമാസ് ലീഗയുടെ കാലത്ത് കിട്ടിയ മാമോദീസായ ഞങ്ങളുടെ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ കൈയടിച്ചുള്ള പാട്ട് എന്നാന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഈ കൈപൊക്കിയുള്ള പ്രാർത്ഥന എന്നാന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ദേ പറയുന്നു. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. യു ഡു നോട്ട് നോ. അറിയാത്തൊരു കാര്യത്തെപ്പറ്റി വാദിക്കാൻ പോകില്ല. എന്നാൽ അവനെൻ്റെ കണ്ണുകൾ തുറന്നു. നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. കണ്ണുകൾ തുറന്നു. നിങ്ങൾക്കറിയോ, പഴയ നിയമത്തിൽ രക്ഷകൻ്റെ ഒരടയാളം അന്ധരുടെ കണ്ണുകൾ തുറക്കും. ഈ ചെറുക്കൻ നിന്നുകൊണ്ട്, ഫരിസേൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബൈബിള് ദിവസം എഴുതുന്നവരുടെ പേരാ ഫരിസേയർ. ദൈവത്തിൻ്റെ വചനം പച്ചവെള്ളം പോലെ കാണാപ്പാടം പഠിച്ചവരാ. ഈ ചെറുക്കൻ ഇന്ന് വരെ ബൈബിള് കണ്ടിട്ടില്ല. കാരണം അവൻ ജന്മനാ അന്ധനാ. അവൻ പറഞ്ഞു, അവൻ അന്ധൻ്റെ കണ്ണ് തുറന്നു. അന്ധൻ്റെ കണ്ണ് തുറക്കുന്നവൻ, ദൈവക്കാഴ്ച കൊടുക്കുന്നവൻ, അവൻ ക്രിസ്തു. ആ ദൈവമക്കൾ എഴുന്നേറ്റ് ജീവിതത്തിൽ ദൈവക്കാഴ്ച തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതം തന്നെ മാറിത്തുടങ്ങും. പൈതല് ജീവിതത്തിൽ ദൈവക്കാഴ്ചകൾ ആരംഭിക്കുമ്പോൾ നിനക്കൊരു പുത്തൻ അഭിഷേകം കിട്ടും, നിനക്കൊരു പുത്തൻ ധൈര്യം കിട്ടും. ജീവിതം സമർപ്പിച്ച മക്കള്, നിന്നെ തൊട്ട കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? നിന്നെ അനുഗ്രഹിച്ച കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? നിന്നോട് കരുണ കാട്ടിയ കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? ഇരുകാരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ, ഈശോയേ, ഈശോയേ. പുണ്യവാനെ സ്വീകരിക്കണമേ.